സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ A.P. അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് സംസാരിക്കുന്നു. മാധ്യമവിരുന്നിലേക്ക് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, കർഷകരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, പിന്നെ വയനാട് മുതൽ ഉള്ളകേശ്വരങ്ങളിൽ ഉൾപ്പെട്ടത് ഇത്തരം പൊതുവിഷയങ്ങൾ കൂടുതലായി SYS കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പം ഈ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിരോധത്തിലേക്ക് തരാൻ അങ്ങനെ നിർദ്ദേശിക്കുന്നു. സമൂഹത്തില് പുതുതലമുറക്ക് അരാഷ്ട്രീയ ബോധമാണ് വർദ്ധിച്ചു വരുന്നത്. അപ്പൊ പുതുതലമുറയെ അത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിപ്പിക്കുക, ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. വ്യക്തി തന്നിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു നിലപാടുണ്ടാകരുത് എന്ന അടിസ്ഥാനത്തിൽ എല്ലാ വിഷയങ്ങളിലും നമുക്കുള്ള ഉത്തരവാദിത്വത്തെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. പൂർത്തിയാക്കില്ല കർഷകരുടെ വിഷയങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും സർക്കാർ ഇടപെടുന്ന പല വിഷയങ്ങളാവശ്യമുണ്ട്. സംഘടന നേരത്തെ അത്തരം വിഷയങ്ങൾ ഇടപെടാറുണ്ട്. സുന്നി മാനസികമായ ഒരു ഐക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. സംഘടനാപരമായ ഐക്യം എന്നത് അത്ര അനിവാര്യമായിക്കൊള്ളണമെന്നില്ല. ഒരാശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ നാട്ടിലുണ്ടല്ലോ. ഇന്ത്യ ഭരിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയല്ലേ ഇവിടെ ഒരുപാട് പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. പരസ്പരം കലഹിക്കാതിരിക്കുക, ഒരാശയത്തിന് വേണ്ടി മുന്നോട്ട് പോവുക. ഇനി ഒരു സംഘടനയായി മാറാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നില്ല. അത് വീണ്ടും അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ വിഷയത്തിലും എല്ലാ സമയത്തും അഭിപ്രായം പറയേണ്ട കാര്യം ഇല്ല. അനിവാര്യമായി വരുമ്പോൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി. ജയിക്കുമ്പോ സ്വയം എല്ലാവർക്കും ചില തോന്നലുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു മാറ്റമാണ്. അല്ല, ജനറേഷൻ വളരുമ്പോഴേ പഴയ കാലത്തുണ്ടായിരുന്ന ചില വിഷയങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ആരും ചിന്തിക്കൂല. പിന്നെ സുന്നത്ത് ജമാഅത്ത് എന്ന ആശയത്തിലാണ്, ആദർശപരമായ വിഷയങ്ങളിലാണ് ഭിന്നിപ്പുണ്ടായത്. അപ്പൊ അതിലേക്ക് എല്ലാവരും ഒരേ രീതിയിലേക്ക് വരുമ്പോ പിന്നെ ഭിന്നിച്ച് നിൽക്കേണ്ട കാര്യം വരുന്നില്ല. സംഘടനാ ലയനം എന്ന് പറയുന്നതിന് വളരെ ദീർഘമായ പ്രോസസ്സാണ്. അതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഒരു മുഖ്യമായ തീം ഈ യാത്രയിൽ. അപ്പോൾ ഇത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം പറയുന്നത് ആരാണെന്നുള്ളത് വളരെ ക്ലിയർ കട്ടാണ്. പക്ഷെ അവരുടെ പേരെടുത്ത് പറയാൻ നിങ്ങൾക്ക് കഴിയാത്തത് ഒരു ദീർഘമല്ല. ശരി പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലേ, നമ്മൾ പൊതുവെ ഇസ്ലാമിലെ ദഅവത്തിന്റെ രീതി തന്നെ വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെയോ ആക്ഷേപിക്കുക എന്നതല്ല. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ പൊതുവായി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തിരുത്തുക. ആ വ്യക്തിക്ക് ഒരു അപമാനം ഏൽക്കാതിരിക്കുക എന്നതാണ്. ഈ സദസ്സിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾ മദ്യപാനിയാണെന്ന് കരുതി നമ്മൾ ആ വ്യക്തിയുടെ പേരൊന്നും പറയില്ല. മദ്യപാനത്തിന്റെ ദൂഷ്യവും അതുകൊണ്ട് ലിവർ തകരാറാകുന്നതും സമൂഹത്തിൽ വരുന്ന വിനകളെ പറ്റി പറയുമ്പോൾ അത് അദ്ദേഹം തിരുത്താൻ തയ്യാറാവും. വ്യക്തി ആക്ഷേപവും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപങ്ങളും പരമാവധി ഒഴിവാക്കണം എന്നുള്ളത്. വ്യക്തികളെ പറയുന്നതും ഒരു സംഘടനയെ പറയുന്നതും രണ്ടാണ്. ആശയത്തെയാണ് പറയുന്നത്. ഇവിടെ സംഘപരിവാറാണ് ഇവിടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്നത് സത്യമാണ്. അത് സംഘപരിവാറാണെന്ന് പറയുന്നതിൽ എന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു വിഭാഗം എന്നുള്ളതല്ല. പലരിൽ നിന്നും ഉണ്ടാവാം, വ്യക്തികളിൽ നിന്നും ഉണ്ടാവാം, സമൂഹത്തിൽ നിന്നുണ്ടാവാം, പാർട്ടികളിൽ നിന്നുണ്ടാവാം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ പറയുന്നതല്ലേ കൂടുതൽ നല്ലത്. അതിലെന്താ കുഴപ്പമുള്ളത്? വിഷയം നിങ്ങൾക്ക് തന്നെ മനസ്സിലായോ? മനസ്സിലാകാത്ത പ്രശ്നങ്ങളില്ല എന്നാണ്.
നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് പുതിയ നിയമമൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയ ദോഷകരമാണെന്ന് വഖഫ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്തയുടെ അഭിപ്രായങ്ങൾ ആധികാരികമായി JPC കൈമാറിയിട്ടുണ്ട്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വളരെ വിശദമായി ഞങ്ങൾ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നീക്കങ്ങൾ എങ്ങനെയാണ് ബോധപൂർവമായ വീഴ്ചമായിട്ടാണോ അല്ലെങ്കിൽ അവരുടെ കുറവും ആകാം, ബോധപൂർവം ഉള്ളതും ആവാം. അപ്പൊ നമ്മൾ ഡയലോഗിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിനാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത്. ഈ ബില്ല് സജീവമായി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ ഈ വഖഫുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ വരെ വലിയ തരത്തിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ യഥാർത്ഥത്തിൽ ഈ ബില്ലും ഇവിടെയുള്ള ചെറിയൊരു പ്രശ്നവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതൊരു സ്വത്ത് തർക്കമാണ്. ആ ബില്ലിൽ വരുന്ന വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കൂട്ടിക്കുഴച്ചുകൊണ്ട് മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോവുക, ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിക്കുക, ജനങ്ങളുടെ സമയം അതിനുവേണ്ടി ചെലവഴിക്കുക പോലുള്ള സാമൂഹിക തിന്മയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുകയാണ് വേണ്ടത്. Thank you all for comments. കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരികയും പീഡിതരായ ആളുകളെ രക്ഷിക്കുകയും വേണം. ഇതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗ് കഴിഞ്ഞ മുസ്ലിം സംഘടന യോഗം വിളിച്ചു കഴിഞ്ഞു. ആ യോഗത്തിന് ശേഷം നടത്തിയ വിഷയത്തിൽ ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പ്രധാനപ്പെട്ട കുറ്റവാളികൾ എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റാണ്. അവരെ പുറത്തേക്ക് കൊണ്ടുവരാനൊരു ഇടപെടലൊന്നും കണ്ടില്ല. അതെന്തുകൊണ്ടായിരുന്നു? അതായത് നമ്മളിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവാം. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഈ പ്രശ്നം കൂടുതൽ കലുഷിതമാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ചർച്ചയ്ക്ക് അവസരം ഉണ്ടായാൽ ഞങ്ങളുടെ നേതൃത്വം ചർച്ചയ്ക്ക് പോവുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ പൊതുവായൊരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ അതിനും ഞങ്ങളുടെ സംഘടന മുന്നോട്ട് വരും. അവിടെ താമസാക്കിയ 138 കുടുംബങ്ങളുണ്ടായിരുന്നു. പറയുന്നുണ്ട് അവർ അവിടെ തന്നെ നിലനിർത്താനാണോ അല്ല മറ്റൊരു അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. പൊതുവെ രാഷ്ട്രീയം ഒന്നാണ് എല്ലാവർക്കും കാരണമെന്നാണ് പൊതുവെ സമൂഹത്തിൽ. അപ്പൊ ആ സമയത്ത് മതത്തിന്റെ പ്രയോഗവും വിരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത് എങ്ങനെയാണത്? പൊതുവെ ഇതിൽ രാഷ്ട്രീയം ഇടപെടുന്നതാണ് ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ്. മതം മതത്തിന്റെ ആവശ്യങ്ങൾക്കും മതത്തിന്റെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുക ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ മതസംഘടനകൾ പോലുള്ള വലിയ ജനകീയ പ്രസ്ഥാനങ്ങൾ കൂടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് നാടിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് പരിഹാരമുണ്ടാകുന്നതും വളരെ സഹായകമാകുന്നത് എന്നാണ് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. സുന്നി സ്ഥാപനങ്ങൾ മറ്റു ആശയക്കാരെ കൈകിടക്കി വെച്ചിരുന്നു പറഞ്ഞു. അങ്ങനെയുള്ളത് വിട്ടിട്ടാണ് ഈ സുന്നികളുടെ വിവിധ സുന്നി സംഘടനകളുണ്ടായത് എന്തെങ്കിലും ഒരുമിച്ചിട്ടുള്ള നീക്കം ഉണ്ടാവും? ഇതിന് ഓരോന്നും പ്രാദേശികമായി അതാത് സ്ഥലത്തുള്ള അവകാശികളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഇതൊരു ജോയിന്റ് മുന്നേറ്റമല്ല. ഒരു മഹലിലാണെങ്കിൽ ആ മഹലിലെ നിവാസികളാണ്. അവർക്ക് പുറമേ നിന്നുള്ള സഹായം ആവശ്യമാണെങ്കിലാണല്ലോ സംഘടന ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് അതിന് സംഘടനാ സംവിധാനമുണ്ട്. ആവശ്യമായി വന്നാൽ അത്തരം വിഷയങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും. അവർ കൈയേറിയത് പുറമേയുള്ള സഹായം ഉണ്ടാകുന്നാണല്ലോ പറയുന്നത്. എല്ലാ വിഷയത്തിലൊക്കെ സംഘടന നേരത്തെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ചില കൈകൾ അവർക്ക് അവിഹിതമായ സപ്പോർട്ട് നൽകിയത് കൊണ്ട് അതൊക്കെ അവിടെ അവസാനിച്ച് നിൽക്കുകയാണ്. കോഴിക്കോട്ടെ പറയപ്പെട്ട വിഷയങ്ങളിലൊക്കെ ദീർഘകാലം സംഘടന കേസ് നടത്തിയിട്ടുണ്ട്. അത് ഇലക്ഷൻ നടത്താൻ വേണ്ടി വിധിച്ചു. അന്നത്തെ ചെയ്യേണ്ട ആളുകൾ അക്കാര്യം ചെയ്തില്ല. അതാണ് വിഷയത്തിലേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. മാനവസഞ്ചാരത്തിലെ പൊതുവെ പൊതുവിഷയങ്ങൾ